ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. നമ്മൾ ഭൂരിഭാഗം പേരും ദിവസവും പാല് വാങ്ങുന്നവരായിരിക്കും. അതേ പാലിൽ നിന്ന് തന്നെയാണ് ശുദ്ധമായ വെണ്ണയും നെയ്യും ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ആരും അതിന് മെനക്കെടാറില്ല. അതിന് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അതെല്ലാം അമ്മയോ അമ്മൂമ്മയോ ഒക്കെ കാച്ചി കുറുക്കി ഉണ്ടാക്കിയാലേ അതിൻ്റെ ഗുണവും മണവും ഒക്കെ കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണയായിരിക്കാം. അല്ലെങ്കിലോ ശരിയായതും എളുപ്പത്തിലുള്ളതുമായ പ്രിപ്പറേഷൻ മെത്തേഡ് അറിയാത്തതുകൊണ്ട് ഒരുപാട് രീതി ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും. അങ്ങനെ ആ മോഹം തന്നെ നമ്മൾ കളഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഞാനും പണ്ട് ഇതുപോലെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. നമ്മൾ എന്നും കുടിക്കുന്ന പാലിലും പാൽ ചായയിലൊക്കെ കാണുന്ന നമ്മൾ ഇത്തിരി മുഖം ചുളിച്ചുകൊണ്ട് എടുത്തു മാറ്റുന്ന ഒരു പാവം പാൽപ്പാട ഉണ്ടല്ലോ, അത് മാത്രം മതി ഒരു ചെറിയ കുടുംബത്തിനുള്ള വെണ്ണയും നെയ്യും ഉണ്ടാക്കുന്നതിനായിട്ട്. ദിവസവും ഒരു ഇത്തിരി സമയം ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും നല്ല ശുദ്ധമായിട്ടുള്ള വെണ്ണയും നെയ്യും വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഇതിനായിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ശുദ്ധമായിട്ടുള്ള വെണ്ണയും നെയ്യും നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പ്രധാനമായും വേണ്ടത് പാല് തന്നെയാണ്. ഞങ്ങൾ 1 ലിറ്റർ പാലാണ് ദിവസവും വാങ്ങുന്നത്. ഇതുപോലുള്ളൊരു കുപ്പിയിൽ ഒരു വൈകുന്നേരം 5-5:30 ആവും ഞങ്ങൾക്ക് പാല് കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ പാല് കിട്ടിയാൽ എല്ലാവരും എന്താ ചെയ്യുക? നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കുക. പാല് കാച്ചുന്നത് മുതൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ സാധാരണ പാല് കാച്ചുന്നത് പോലെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കാച്ചിയെടുക്കാതെ നമ്മൾ വെണ്ണയും നെയ്യും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പാല് കാച്ചാനായിട്ട്. പിന്നെയോ പാലിൻ്റെ പാട പൊങ്ങി വരികയാണെങ്കിൽ ഉടനെ നമ്മൾ ഓഫ് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെക്കുക. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ പാലിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് അറിയാലോ? ഈ പൊങ്ങിയ പാല് ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും കാച്ചുന്നത് എന്തിനാണെന്നറിയോ? ഈ പാലിലുള്ള മുഴുവൻ പാടയും നമ്മൾക്ക് കിട്ടാനായിട്ടാണ്. എന്നാലേ നല്ല കട്ടിയുള്ള പാൽപ്പാട കിട്ടുള്ളൂ. ഇതിപ്പോൾ നാട്ടിലാണെങ്കിൽ കനലിൽ കുറേ നേരം വെക്കാറുണ്ട് അമ്മയൊക്കെ. അപ്പോഴിവിടെ പാല് നന്നായി കാച്ചിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം കുറഞ്ഞതൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഞങ്ങൾക്ക് വൈകുന്നേരമാണ് പാല് കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാച്ചി ചൂടെല്ലാം ആറി ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും രാത്രിയാവും. അതുകൊണ്ട് ഞങ്ങൾ എന്നും പിറ്റേ ദിവസം രാവിലെയാണ് പാൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ പാലിലുള്ള പാൽപ്പാട മുഴുവനായിട്ട് നല്ല കട്ടിയായിട്ട് എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 1 ലിറ്റർ പാലിൽ നിന്ന് നമ്മൾക്ക് എത്രമാത്രം പാൽപ്പാട കിട്ടിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പൂണും കൊണ്ട് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കെപ്പോഴും സ്പൂൺ കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലെടുത്ത് അരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഒരു കാര്യം വീണ്ടും പറയുക കേട്ടോ, ഇത് ആദ്യമായിട്ട് നെയ്യും വെണ്ണയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ്. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ കൂടി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ പാലിൻ്റെ പാടയെല്ലാം നന്നായിട്ട് വേർതിരിച്ചെടുത്തു. ഇനി ഇത് നമ്മൾക്കൊരു ബോക്സിലിട്ട് വെക്കാം. അപ്പം ഞാൻ എന്നും ഇതുപോലെ കിട്ടുന്ന പാൽപ്പാട ഇതുപോലെ ഒരു ബോക്സിലെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ബോക്സിലേക്ക് തന്നെ ഞാൻ ഇന്നെടുത്ത പാൽപ്പാടയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാച്ചിയ പാലിൻ്റെ പാൽപ്പാടയാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഇന്ന് കിട്ടിയ പാൽപ്പാടയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി അടച്ചതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. ഇതുപോലെ ഏകദേശം 2 ആഴ്ചത്തെ പാൽപ്പാട കളക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെണ്ണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പാൽപ്പാടയുടെ അളവിനനുസരിച്ച് ഒരു ദിവസം വെണ്ണ ഉണ്ടാക്കാനായിട്ട് നിശ്ചയിക്കുക. ഞാനിവിടെ 2 ആഴ്ചത്തോളമുള്ള പാൽപ്പാട കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഇത് വെണ്ണയാക്കി മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഈ പാൽപ്പാട മുഴുവനായിട്ട് നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റിയിടാം. ഈ പാൽപ്പാട ഫ്രീസറിൽ നിന്നും പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്നത്. ഇനിയാണ് നമ്മൾ ഈ പാൽപ്പാടയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്നത്. ഒരു 1/4 കപ്പ് തൈര് നമ്മൾ ഈ പാൽപ്പാടയുടെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. പാല് പുളിച്ച് തൈരാകുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഫെർമെൻറ്റേഷൻ. അത് നടന്നാൽ മാത്രമേ ഈ പാൽപ്പാടയിൽ നിന്നുണ്ടാക്കുന്ന വെണ്ണയ്ക്കും നെയ്ക്കുമൊക്കെ നല്ല ഔഷധ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, എന്നാലും പറയുകയാണ്. തൈരിലാണ് ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ട്ലി ബാക്ടീരിയ ഉള്ളത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത്. നമ്മളുടെ ദഹനത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ബാക്ടീരിയ ആണ്.
അപ്പോൾ ഇതുപോലെ പാല് പുളിച്ച് തൈരാകുക എന്ന് പറയുന്ന ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല തൈരും വെണ്ണയൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. ഇതേ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ പാൽപ്പാട നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാതെ സാധാരണ മിക്സിയിലിട്ട് അടിച്ചാൽ നമുക്ക് വെണ്ണ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതുപോലെ ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുന്ന വെണ്ണയുടെ അതേ ഗുണവും മണമൊന്നും ആ വെണ്ണയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വെണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ പാൽപ്പാടയുടെ കൂടെ 1/4 കപ്പ് അല്പം പുളിയുള്ള തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 8 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാൻ സാധാരണ രാത്രിയാണ് വെക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. 8 മണിക്കൂറിന് ശേഷം നന്നായി ഫെർമെൻ്റായി വന്നിട്ടുള്ള പാൽപ്പാടയാണിത്. ഇനി ഇത് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ രാവിലെ എണീറ്റ് വന്ന ഉടനെയുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയുന്ന ആ ഒരു സമയം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് വെണ്ണയാക്കി മാറ്റുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മിക്സിയിലിട്ട് കറക്കി എങ്ങനെയാണ് വെണ്ണ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ ഫെർമെൻറ്റ് ചെയ്തെടുത്ത പാൽപ്പാട പകുതിയോളം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പാൽപ്പാടയാണ് ഉള്ളതെങ്കിൽ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് കൂടുതലുള്ളത് കൊണ്ടാണ് 2 ഭാഗങ്ങളായിട്ട് നമ്മൾ കറക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പാൽപ്പാടയുടെ ഏകദേശം 3 ഇരട്ടി നല്ല തണുത്ത വെള്ളം, ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് തണുത്ത വെള്ളം ചേർത്ത് 30 സെക്കൻഡ് കറക്റ്റായിട്ട് 30 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കുക. മിക്സിയുടെ സ്പീഡ് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റിലിട്ടിട്ടാണ് കറക്കിയെടുക്കുന്നത്. കറക്റ്റായിട്ട് 30 സെക്കൻഡ് നിങ്ങൾ എണ്ണി വേണമെങ്കിൽ നോക്കിക്കോളൂ. കാരണം കൂടി പോവുകയാണെങ്കിൽ നമ്മളുടെ വെണ്ണ അലിഞ്ഞു പോകും, പിന്നെ അത് വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മിക്സിയിൽ കറക്കിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ ഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ തരികളായിട്ട് വെണ്ണ ഇങ്ങനെ തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ഫ്രഷ് ആയിട്ടുള്ള വെണ്ണ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി ഈ മിക്സിയുടെ ജാറിൽ നിന്നും വെണ്ണ മാത്രം നമ്മൾക്ക് വേർതിരിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേർതിരിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ അതിലുള്ള വെള്ളം മുഴുവൻ അങ്ങ് പോയി കിട്ടും. എന്നിട്ട് വേണം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാനായിട്ട്. ഈ 30 സെക്കൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ മിക്സിയുടെ സ്പീഡിനനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ധൈര്യക്കുറവുണ്ടെങ്കിൽ ഒരു 15 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം തുറന്നു നോക്കിയിട്ട് വെണ്ണ ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ഒരു 15 സെക്കൻഡ് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്തിൽ നിന്നും മുഴുവനായിട്ടുള്ള വെണ്ണ വേർതിരിച്ചെടുത്തിരിക്കുന്നു. ഇനി ബാക്കിയുള്ള പാൽപ്പാടയും ഇതുപോലെ മിക്സിയുടെ ജാറിലിടുക. ഇതിൻ്റെ 3 ഇരട്ടിയോളം തണുത്ത വെള്ളം ഒഴിക്കുക. ഒരു 30 സെക്കൻഡോളം കറക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ണ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ മുഴുവനായിട്ടുള്ള വെണ്ണയും വേർതിരിച്ചെടുത്തു. ഇനി ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. വെണ്ണ ഉരുകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകാനായിട്ട് പറയുന്നത്. പിന്നെ കഴുകിയതിന് ശേഷം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് മാറ്റാനും ശ്രദ്ധിക്കുക. ഈ പ്രോസസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെ പാൽപ്പാടയിൽ നിന്നും വെണ്ണ എടുക്കുക, ആ വെണ്ണ ഇങ്ങനെ തിരിച്ച് വേറൊരു ബോക്സിലിടുക, കഴുകുക. ഇതൊക്കെ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു രസം നിങ്ങൾക്ക് മനസ്സിലാവും. കുക്കിങ്ങിൽ നമ്മൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്നൊരു സംഗതിയാണ് ഈ സ്വന്തമായിട്ട് നെയ്യ് ഉണ്ടാക്കുക, വെണ്ണ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിവിടെ വെണ്ണ 2 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശുദ്ധമായ ഹോം മെയ്ഡ് വെണ്ണ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനേക്കാളും ശുദ്ധവും ഗുണമേന്മയുള്ള വെണ്ണ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇത് ചെറിയ കുട്ടികൾക്ക് വെണ്ണയായിട്ട് തന്നെ കൊടുക്കാനും ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ചേർക്കാനും പിന്നെ ചില റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സാൾട്ടഡ് ബട്ടറായിട്ടാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വെണ്ണ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയും നമ്മൾക്ക് പണി ബാക്കിയുണ്ട്. ഇനി നമ്മൾക്കിത് നെയ്യാക്കിയിട്ട് മാറ്റണം. ഞാൻ ഇതിനു മുന്നേ ഇതേ രീതിയിൽ തന്നെ വെണ്ണയുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണിത്. അപ്പോൾ നെയ്യ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സമയവും ലാഭമാണ്, പിന്നെ ഗ്യാസും ലാഭമാണ്. ഇനി നമ്മൾക്ക് അധികം ലേറ്റ് ആക്കാതെ തന്നെ നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം അടി കട്ടിയുള്ള നല്ല ഇളക്കാനൊക്കെ എളുപ്പത്തിലുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളി ഒരുവിധം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ണയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നെയ്യുണ്ടാക്കലും വെണ്ണയുണ്ടാക്കലൊക്കെ ഒരുപാട് സമയം കളയുന്ന ഒരു പണിയായിരിക്കുന്നു.
പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ഇതിൽ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പല പല ദിവസങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് ആരും എടുക്കരുത്. ദിവസവും ആ പാൽപ്പാട എടുത്തു വെക്കുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഉരുളിയിലേക്ക് മുഴുവനായിട്ടുള്ള വെണ്ണയും ചേർത്ത് കൊടുത്തു. വെണ്ണ ഉരുകുന്തോറും നല്ല ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. വെണ്ണയൊക്കെ നന്നായി ഉരുകി പതഞ്ഞു വരുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ കുറച്ചു കാലം സൂക്ഷിച്ചു വെക്കുന്നതും കൂടിയാണല്ലോ നെയ്യ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതുമാണ്. ഇതൊരു 15 മിനിറ്റിന് ശേഷമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ സമയത്ത് ചെറിയ ചെറിയ തരികളായിട്ട് ഉരുണ്ടുകൂടുന്നത് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നെയ്യ് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാനും പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സമയത്ത് വിചാരിക്കും നെയ്യൊക്കെ റെഡിയായി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാന്ന്. കാരണം എനിക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന കുമിളകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട്. വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണിത്. നമ്മളുടെ നെയ്യ് ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെയ്യിൽ നിന്നും തിരിഞ്ഞു വന്ന ആ തരികൾക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. പിന്നെ നല്ല മണൽ പരുവെന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു മണൽ പരുവമാകുന്നത് വരയ്ക്കും നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ നെയ്യും ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു നുള്ള് നല്ല വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഇല കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയുടെ ഇലയുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതും നല്ലൊരു മണത്തിനാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ നെയ്യിൻ്റെ ചൂടിൽ തന്നെ കറിവേപ്പില നന്നായിട്ട് മുരിഞ്ഞു വന്നോളൂ. ഇനി ഇത് ഒരിക്കലും അടച്ചു വെക്കരുത്. ചൂടോടെ അടച്ചു വെക്കുകയാണെങ്കിൽ ഉരുളിയിലേക്ക് വീണ്ടും വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യെല്ലാം പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ ഉരുളിയിൽ നെയ്യിൻ്റെ ചൂടെല്ലാം നന്നായി പോയതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അരിപ്പയിലേക്ക് ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ നെയ്യിലുള്ള ചെറിയ തരികളും കൂടെ നമ്മൾക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. 100% ശുദ്ധമായിട്ടുള്ള ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ധൈര്യപൂർവ്വം ഈ പ്രോസസ്സ് എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് നെയ്യ് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ഉരുകിയിരിക്കുന്നത് കൊണ്ടാണ് ഈ കളറിലുള്ളത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ നെയ്ക്ക് അതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിലും ഗുണത്തിലും മണത്തിലുമാണ് നമ്മളുടെ നെയ്യ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ശരിക്കുള്ള നെയ്യിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ തരികളുണ്ടാവും. അപ്പോഴിനി ഈ രീതിയിൽ എല്ലാവരും വീട്ടിൽ തന്നെ വെണ്ണയും നെയ്യും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്